ഹായ് ഹലോ വെൽക്കം ബാക്ക്. നമ്മൾ ഒരുപാട് കാലത്തിന് ശേഷമാണ് നമ്മളൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ഒരു 1K ജേർണീനെ പറ്റിയിട്ടാണ്. പിന്നെ അതുപോലെ നമ്മൾ കുറച്ച് ഡിലേ വന്നിട്ടുണ്ടായിരുന്നു വീഡിയോസ്, അപ്പോൾ അതെന്തുകൊണ്ടാണ് എന്നൊക്കെയാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പം ലാഗാക്കുന്നില്ല, വെൽക്കം ബാക്ക് ഗൈസ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ എങ്ങനെ നമ്മളൊരു 1K അടിച്ചു, പെട്ടെന്ന് എങ്ങനെ 1K ആയി? 1K എന്ന് പറയുന്നത് യൂട്യൂബിൽ ഇത് ഒരു ചെറിയൊരു ജേണി അല്ല. ഞാൻ ചാനൽ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായിട്ടുണ്ട്. ഞാൻ അതിൻ്റെ അകത്ത് എനിക്കിങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. അതുപോലെ നമ്മൾ എങ്ങനെ സോങ്, എനിക്ക് എഡിറ്റിങ്ങിൻ്റെ ABCD എനിക്കറിയില്ല. പക്ഷേ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് യൂട്യൂബ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ എല്ലാവരും വിചാരിക്കും പെട്ടെന്നാവുമല്ലോ, അച്ചീവായി തുടങ്ങിയോ, ഇൻകം വന്നു തുടങ്ങിയോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ന്യൂ യൂട്യൂബർക്ക് പെട്ടെന്ന് കേൾക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസാണ് അതൊക്കെ. അപ്പം അതിനൊക്കെ ലോങ് പ്രോസസ്സാണ് ഗൈസ്. അപ്പോൾ അത് ചെറിയൊരു കാര്യമല്ല എന്ന് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം തന്നെ പറയുവാണ്. എൻ്റെ ഒരു 1K എന്ന് പറയുന്നത്, ഞാൻ ഏകദേശം യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് മൂന്നാമത്തെ വർഷമാണ് ഇത് 1K ആവുന്നത്. ഞാൻ കണ്ടിന്യൂസ് ആയിട്ടൊന്നും ആദ്യം വീഡിയോ ഇടാത്ത ഒരാളാണ്. എനിക്ക് തോന്നുമ്പോൾ ഒരു വീഡിയോ ഇടും, പിന്നെ എനിക്ക് രണ്ടാമത്തത് ഞാൻ തോന്നുമ്പോൾ വേറൊരു വീഡിയോ ഇടും. അങ്ങനെയാണ് ഇട്ടുകൊണ്ടിരുന്നത്. പിന്നെ എനിക്കും വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല എങ്ങനത്തെ കണ്ടന്റ് കൊടുക്കണം, ഏത് രീതിയിലുള്ള കണ്ടന്റുകളാണ് ഷെയർ ചെയ്യേണ്ടത് എന്നുള്ളൊരു ഐഡിയ എനിക്ക് ഉണ്ടായിരുന്നില്ല ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നീട് ഞാൻ ഒരുപാട് സെർച്ച് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുക, എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുക. എനിക്ക് അറിയാവുന്ന സുഹൃത്തുക്കളോട്, വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സുഹൃത്തുക്കളോടെല്ലാം ചോദിച്ചിട്ടുണ്ട് എങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യാം, അതിലെങ്ങനെ വോയിസ് ഓവർ കൊടുക്കാം, എങ്ങനെയാണ് തമ്പനെയിൽ എഡിറ്റ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ഡിസ്കസ് ചെയ്തതിൻ്റെ ശേഷമാണ് നമ്മൾ ഓരോ വീഡിയോസും അപ്ലോഡ് ചെയ്യുന്നത്. അങ്ങനെ എനിക്ക് ലാസ്റ്റ് ഡിസംബർ ജാനുവരി മുതൽ അടുപ്പിച്ച് ഞാൻ എന്ത് ചെയ്തു, കുറച്ച് ഇനി എന്നും ഡെയിലി ഞാൻ വീഡിയോസ് ഇടുമെന്ന് പറഞ്ഞ് ഞാൻ ഡെയിലി വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നിരുന്നു. എനിക്ക് തോന്നുന്നു ജാനുവരി 15 15-നാണ് ഞാൻ, 15 ഇനി 5 എനിക്ക് കറക്റ്റ് ഓർമ്മയിലില്ല, 1K അടിച്ചു. സോ താങ്ക് യു. അപ്പം ന്യൂ ആയിട്ട് വരുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ എന്ത് ചെയ്യുക, കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുക, പ്രോപ്പറായിട്ട് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഏത് ടൈമിലാണോ അപ്ലോഡ് ചെയ്തത് അതേ ടൈമിൽ തന്നെ നെക്സ്റ്റ് ഡേയും അപ്ലോഡ് ചെയ്യാം, ഒരേ സമയം കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ ഇന്ന് മോർണിംഗ് ഇട്ടു നാളെ ഉച്ചയ്ക്കിടാം, പിറ്റേ ദിവസം രാത്രി ഇടാം, അങ്ങനെയല്ല. പ്രോപ്പറായിട്ടൊരു ടൈം കീപ്പ് ചെയ്യുക. പിന്നെ പറയാനുള്ളത്, നമ്മുടെ തമ്നെയിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് വെച്ചാൽ നമ്മൾ വീടിന് വാതിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെയാണ് തമ്നെയിൽ എന്ന് പറയുന്നത്. നമ്മൾ എന്ത് വീഡിയോസാണോ നമ്മൾ കസ്റ്റമേഴ്സിലേക്ക്, വ്യൂവേഴ്സിലേക്ക് എത്തിക്കാൻ നിൽക്കുന്നത്, അത് കറക്റ്റായിട്ട് നമ്മൾ ചെറിയൊരു ക്രിയേറ്റീവായിട്ട് തന്നെ തമ്നെയിൽ ഇട്ടാൽ നന്നായിരിക്കും. എനിക്ക് തമ്നെയിൽ ഇടാൻ അറിയില്ല ഗൈസ്, അങ്ങനെ ഒരു സാധനമുണ്ട്. അപ്പം ആ ഒരു 2 മന്ത് ഞാൻ എഫേർട്ട് എടുത്തതിൻ്റെ ആയിരുന്നു എനിക്ക് 1K അടിച്ചത് ഗൈസ്. സോ ഞാനതിൽ ഭയങ്കര ഹാപ്പിയാണ്. എന്നെ സപ്പോർട്ട് ചെയ്ത, എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തൊരു സംഭവമൊന്നുമല്ല ഞാൻ 1K അടിക്കും എന്നുള്ളതൊന്നും. സോ എന്നെ സപ്പോർട്ട് ചെയ്ത ആൾക്കാർക്ക് താങ്ക് യു ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ നമ്മളൊരു ഡിലേ വന്നു, ജാനുവരി 15 കഴിഞ്ഞപ്പോൾ ഒരു ഡിലേ വന്നു. ബിക്കോസ് കോളേജിലൊരു പ്രോഗ്രാം വന്നപ്പോൾ അതിൻ്റേതായിട്ടുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൽ പോയി. നമ്മൾ കംപ്ലീറ്റ് അതിൻ്റെ പാർട്ടായിരുന്നു എന്ന് പറയുന്നില്ല. സോ അങ്ങനെ പറയാനും പറ്റത്തില്ല, കാരണം അങ്ങനെയൊന്നും ആയിരുന്നില്ല. ബട്ട് അതിൻ്റെതിൽ ആ ഒഴുക്കിൽ നമ്മൾ വീഡിയോസ്, ആ മടി കാരണം അതങ്ങോട്ട് പോയി. പിന്നെ ഉണ്ടായിരുന്നത്, നമ്മൾ അത് കഴിഞ്ഞ പാടെ തന്നെ നമുക്ക് എന്ത് തോന്നുന്നു, സെക്കൻഡ് സെമസ്റ്റർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു ഫോക്കസിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് ഡിലേ വന്നു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് പനി പിടിച്ചു. എനിക്ക് പനിയാണ് ഗൈസ്. അപ്പോൾ അതാണ് വോയിസൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഇനി ഓഡീഷൻസ് കഴിഞ്ഞിട്ട് ഏകദേശം 1 മന്ത് ആവാറായി കേട്ടോ. 4 ദിവസം കൂടി കഴിഞ്ഞാൽ 1 മന്തായി. ഓഡീഷൻസിൻ്റെ വീഡിയോ ഇൻഷാല്ലാ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. 2 ഡേയ്സിനുള്ളിൽ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഇനി അങ്ങോട്ടും ഞാൻ ഒരുപാട് ക്രിയേറ്റീവായിട്ടുള്ള കണ്ടൻറ്റുകൾ കൊണ്ടുവരണമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്നെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന എല്ലാവരും എന്നെ വീണ്ടും സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ കൊണ്ടുവരുന്ന കണ്ടൻറ്റുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇനി അങ്ങോട്ട് വരുന്ന ദിവസങ്ങളിൽ നമ്മളൊരു ഗസ്റ്റ് ടോക്ക് എന്നുള്ള രീതിയിൽ സാറ്റർഡേ ആയിട്ട് നമ്മൾ ഇൻഷാല്ലാ
നോർമൽ ജനറൽ ടോക്കുകൾ ഉണ്ടായിരിക്കും. അതിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ ഗൈസ്. അതുപോലെ തന്നെ എന്തൊക്കെ കണ്ടൻറ്റുകളാണ്, ഏത് രീതിയിലുള്ള കണ്ടൻറ്റുകളാണ് നിങ്ങൾക്ക് ഇഷ്ടം, കാണാൻ ഇഷ്ടം എന്നുള്ളതും കൂടെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നമ്മളതിനനുസരിച്ച് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ നിന്ന എല്ലാവർക്കും വൺസ് മോർ താങ്ക് യു സോ മച്ച്. ഇനിയുള്ള ദിവസങ്ങളിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളെ വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പം സപ്പോർട്ട് ചെയ്യുക. ബൈ.